അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പലതും ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ അവർ ചോദിച്ചു, യാ റസൂലല്ലാ ഫുലാന തസൂമുൻ നഹാറു വ തഖൂമുൽ ലൈലു. ഒരു പെണ്ണ് അവൾ രാത്രി നിസ്കരിക്കാറുണ്ട്, പകലിൽ നോമ്പനുഷ്ഠിക്കാറുണ്ട്, ഫർളുകൾ നിർവഹിക്കാറുണ്ട്, കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നിർബന്ധ കാര്യങ്ങൾ ഒന്നും അവൾ ഒഴിവാക്കാറില്ല. മാത്രമല്ല, അധികമായി അനുഷ്ഠിക്കേണ്ടുന്ന എല്ലാം അവൾ അനുഷ്ഠിക്കാറുണ്ട്. റവാത്തിബുകൾ, ഖുർആൻ പാരായണങ്ങൾ, നോമ്പുകൾ, ഇങ്ങനെ എല്ലാം അനുഷ്ഠിക്കുന്ന ഒരു പെണ്ണ്, അവൾക്ക് ഒരു പ്രശ്നമുണ്ട്. വതുഅ്ദി ജിറാനിഹ ബിലിസാനിഹ. അവൾ അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽക്കാരികളെ ഉപദ്രവിക്കാറുണ്ട്. നാവ് കൊണ്ടുള്ള ഉപദ്രവമാണ്, മറ്റുള്ള വിഷയങ്ങളിലല്ല. അവൾ സ്വൈര്യം കൊടുക്കാറില്ല. തൻ്റെ നാവിലൂടെ അപരനെ അല്ലെങ്കിൽ അയൽക്കാരനെ ഉപദ്രവിക്കുന്ന ഒരു പെണ്ണ്, എന്താണ് അവളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, തങ്ങൾക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വഹിയ തുദ്ഖിലിന്നാർ എന്നായിരുന്നു. അവൾ നരകത്തിലാണ്. അപ്പോൾ മനുഷ്യരോട്, അപരനോട്, ജീവികളോട്, സഹജീവികളോട് നല്ല നിലയിൽ പെരുമാറണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇവിടെ പഠിപ്പിച്ച മുഖ്യമായൊരു തത്വം. നാവിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി കാണണം എന്നാണ്. ആ രൂപത്തിൽ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് സംരക്ഷണമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട്, ഇബാദാത്തുകളെ കൊണ്ട് കാര്യമായ ഫലം ലഭിക്കില്ല എന്നുകൂടി ഈ ഹദീസ് നമുക്ക് വെളിച്ചം വീശുന്നു. ഇൻഷാ അല്ലാഹ് നല്ല ഒരു മുഅ്മിനായി, വിശ്വാസികളായി, മാതൃകാ പുരുഷന്മാരായി, മാതൃകകളായി ജീവിക്കുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.